മലയാളികൾ പലതരം നിക്ഷേപങ്ങളിലും ഒരു കൈ നോക്കുന്നവരാണ്. എന്നാൽ ഷെയർ മാർക്കറ്റിൽ ഭൂരിപക്ഷം മലയാളികളും സജീവമായി ഇടപെടാറില്ല. ബ്രോക്കർമാരുടെയോ ഏജന്റുമാരുടെയോ പ്രേരണയാൽ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നവരാണ് അധികവും. അതേസമയം കൃത്യമായി മാർക്കറ്റ് അറിഞ്ഞ് പണം മുടക്കുന്ന ആളുകളുമുണ്ട്. ഏകദേശം 7550 മുകളിൽ കമ്പനികളാണ് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കമ്പനികളിൽ പലതും ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച നേട്ടം നിക്ഷേപകർക്ക് നൽകിയവയാണ്. ഒരു വർഷം കൊണ്ട് തന്നെ റോക്കറ്റ് വേഗതയിലുള്ള വളർച്ച നേടിയ നിരവധി ഓഹരികളുണ്ട്. അത്തരത്തിലുള്ള ഒരു ഓഹരിയെക്കുറിച്ചാണ് ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. ഒരു വർഷത്തിനിടെ 6300% മുകളിൽ ലാഭം നിക്ഷേപകർക്ക് നൽകിയ ഒരു കമ്പനിയെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. രാജ്യത്തെ ഏറ്റവും പഴയ കേബിൾ കണ്ടക്ടർ നിർമ്മാതാക്കളിൽ ഒരാളായ ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചറാണ് നിക്ഷേപകരുടെ കീശ നിറച്ച ആ മൾട്ടിബാഗർ ഓഹരി. 7911.42 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ടെക്നോളജി കമ്പനിയാണ് ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ പവർ കേബിളുകളുടെയും കണ്ടക്ടറുകളുടെയും നിർമ്മാതാക്കളാണ് ഇവർ. 1992 കമ്പനി സ്ഥാപിക്കുന്നത്. 2010-2011 കാലഘട്ടത്തിൽ വിപുലീകരണ ശ്രമങ്ങൾ പൂർത്തിയാക്കിയതിനെ തുടർന്ന് കമ്പനി കൂടുതൽ വളർച്ച കൈവരിച്ചു. BSEയിൽ 2% ഇൻട്രാഡേ നേട്ടത്തോടെ 1501.30 രൂപ എന്ന നിലയിലാണ് വെള്ളിയാഴ്ച ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 8.08% വളർച്ച നേടാൻ ഓഹരിക്ക് സാധിച്ചു. 15.97% മുന്നേറ്റമാണ് ഒരു മാസത്തിനിടെ ഓഹരി നേടിയത്. 6 മാസത്തിനിടെ 351.93% വളർച്ച നേടാനും ഓഹരിക്ക് സാധിച്ചു. 6368.33% വളർച്ചയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ ഓഹരി നേടിയത്. 1644.95 രൂപയാണ് 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന ഓഹരി വില. 22.11 രൂപയാണ് 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന ഓഹരി വില. 2021 മുതൽ ഓഹരി 2,30,869.23% ഉയർന്നു. അന്ന് 0.64 രൂപയായിരുന്നു ഓഹരി വില. ഒരു വർഷം മുമ്പ് ഡയമണ്ട് പവർ ഇൻഫ്ര ഓഹരി 20 രൂപ നിലവാരത്തിലായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2023 സെപ്റ്റംബർ 18 സ്റ്റോക്ക് 23.21 രൂപയായിരുന്നു. അന്ന് കമ്പനിയുടെ ഓഹരികളിൽ ആരെങ്കിലും വെറും 10,000 രൂപ വിലയ്ക്ക് നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് അവരുടെ നിക്ഷേപം 6.4 ലക്ഷം രൂപയായി കുതിച്ചുയരുമായിരുന്നു. നിർമ്മാണ രംഗത്തെ പ്രമുഖരായ ലാൻസർ ആൻഡ് ടൂബ്രോയിൽ നിന്ന് 40 കോടി രൂപയുടെ കരാർ 2 ആഴ്ച മുമ്പ് ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് നേടിയിരുന്നു. ജൂലൈ മാസത്തിൽ അദാനി എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡിൽ നിന്ന് പുതിയ അലുമിനിയം അലോയ് കണ്ടക്ടറുകളുടെ വിതരണത്തിനായി 899.6 കോടി രൂപയുടെ ഓർഡറും കമ്പനിക്ക് ലഭിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ നഷ്ടസാധ്യതയ്ക്ക് വിധേയമാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിക്കും മുമ്പ് ഈ മേഖലയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം. റിസ്ക് എടുക്കാനുള്ള മനസ്സുള്ളവർക്കുള്ള മേഖലയാണിത് എന്ന് പ്രത്യേകം ഓർക്കണം.